മലനിരകളുടെ തൂക്കം താങ്ങി നിൽക്കുന്ന ഒരു പുരാതന ക്ഷേത്രം. ദേവന്മാരുടെ ശിലകളിൽ പതിഞ്ഞ ചിഹ്നങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഒരു അതിഥി. എന്നാൽ ഇതൊരു ഭൂമിയല്ലെന്നു മാത്രം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷത്തിന്റെയും ചരിത്രത്തിന്റെയും സാക്ഷ്യം വഹിക്കുന്ന വേദി. പ്രീവിഹാർ ക്ഷേത്രം ഒരു പോരാട്ടത്തിന്റെ പ്രതീകം. സ്വാഗതം ഡീപ് ഡൈവിലേക്ക്. ഡാങ്ക്രെഗ് മലനിരകളുടെ 1722 അടി ഉയരത്തിലുള്ള കൊടുമുടിയിൽ സർക്കാർ ചെയ്തിട്ടുള്ള ഒരു അത്ഭുതം തന്നെയാണ് മലമുകളിലെ ശിവക്ഷേത്രം അഥവാ പ്രീവിഹാർ ക്ഷേത്രം. 11-ാം നൂറ്റാണ്ടിൽ ഗമർ സാമ്രാജ്യത്തിന്റെ രാജാവായ ഉദയാദിത്യവർമ്മൻ പണിത ഈ ക്ഷേത്രം 900 വർഷത്തിലേറെ പഴക്കമുള്ള ശില്പകലയുടെയും ഭൗമശാസ്ത്രത്തിന്റെയും അപൂർവ സംയോജനമാണ്. ഈ ക്ഷേത്രം എങ്ങനെ തർക്കത്തിന്റെ കേന്ദ്രമായി എന്നല്ലേ? 1863 മുതൽ 1953 വരെ കംബോഡിയ ഫ്രഞ്ച് കോളനിയായിരുന്നു. പിന്നീട് 1907 ഫ്രഞ്ച് ഭരണകൂടം തായ് കംബോഡിയ അതിർത്തിയായി രേഖപ്പെടുത്തി. ഈ കരാർ അനുസരിച്ച് പ്രീവിഹാർ കംബോഡിയയുടെ ഭാഗമായി. എന്നാൽ തായ്ലാന്റ് ഈ കരാറിന് തുടക്കം മുതലേ എതിർപ്പ് പ്രകടിപ്പിച്ചു. തർക്കം വളർന്നതോടെ 1959 കംബോഡിയ കേസ് നൽകി. കേസ് രാജ്യാന്തര നീതിന്യായ കോടതിയിലെത്തി. വർഷങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കു ശേഷം 1962 അന്താരാഷ്ട്ര കോടതി ക്ഷേത്രം കംബോഡിയയുടെയാണെന്ന് വിധി നൽകി. പിന്നീട് 2008 ജൂലൈ 7 യുനെസ്കോ പ്രീവിഹാർ ക്ഷേത്രം ലോക പൈതൃക കേന്ദ്രമായി അംഗീകരിച്ചു. ഈ പ്രഖ്യാപനത്തോടെ വീണ്ടും പ്രീവിഹാർ ക്ഷേത്രത്തെ മുൻനിർത്തി സംഘർഷം ശക്തമായി. ഇരു രാജ്യ സൈന്യങ്ങളും അതിർത്തിയിൽ നേർക്കുനേർ പൊരുതി, മരണം വരെ. ഒരു കംബോഡിയൻ സൈനികന്റെ മരണത്തോടെ സംഘർഷം കൂടുതൽ തീവ്രമായി. 2013 വീണ്ടും കോടതി കംബോഡിയയ്ക്ക് അനുകൂലമായി പറഞ്ഞെങ്കിലും തർക്കം അതോടെ തീർന്നില്ല. ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും കംബോഡിയയുടെ പരമാധികാര പ്രദേശമാണ്. എന്നാൽ ഭൗമരേഖകളും ഭൂമിശാസ്ത്ര അവകാശങ്ങളും സംബന്ധിച്ചുള്ള സംവാദങ്ങൾ ഇന്നും അവിടെ തുടരുകയാണ്. അതിർത്തിയിലെ സംഘർഷ സാധ്യതകൾ കാരണം തായ്ലൻഡ് ടൂറിസം അതോറിറ്റി 7 പ്രദേശങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതിനോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ യാത്രക്കാർക്ക് ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി. പ്രീവിഹാർ ഒരു പുരാതന ക്ഷേത്രം മാത്രമല്ല, ചരിത്രം, പൈതൃകം, അഭിമാനം, രാഷ്ട്രീയം എല്ലാം കൂട്ടിയിണക്കപ്പെടുന്ന അതിർത്തിയിലെ സത്യമാണ്. കംബോഡിയയും തായ്ലാന്റും ഒരുമിച്ച് പ്രീവിഹാർ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന ദിനം വരും വരെ പ്രീവിഹാർ സംഘർഷത്തിന്റെ പ്രതീകവും സമാധാനത്തിനുള്ള പ്രതീക്ഷയും ഒരുമിച്ച് തന്നെ തുടരുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്.